സാമൂഹ്യ പ്രവർത്തകൻ ഏഞ്ചൽസ് നായർ കൂടെ ചേരുന്നുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ കടുവയും പുലിയും ആളുകൾക്ക് ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഉറങ്ങിക്കിടന്ന നായെ കടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ നിരവധി മനുഷ്യനെ നരഭോജി കടുവയായിട്ടൊക്കെ തന്നെ മാറുന്നു. പുലിയുടെ സാന്നിധ്യവുമുണ്ട് പ്രദേശങ്ങളിലൊക്കെ തന്നെ. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണേണ്ടത്? ആളുകളൊക്കെ തന്നെ വളരെ പ്രകോപിതരായിരിക്കുകയാണ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നേരെയൊക്കെ തന്നെ അക്രമം ആളുകളുടെ ഭാഗത്തുനിന്നുണ്ട്. അവരുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രകോപനം നമുക്ക് അറിയാൻ സാധിക്കും. കാരണം മനുഷ്യനെയൊക്കെ തന്നെ കടുവയെ പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ വളരെ ഗുരുതരമായൊരു സാഹചര്യവുമാണ്. നമ്മൾ ഇത് കുറെ കാലങ്ങളായിട്ട് ഏകദേശം 4 വർഷത്തോളമായിട്ട് നമ്മൾ നിങ്ങളുടെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മറ്റു പല ചാനലുകളിൽ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഒരു വാണിംഗ് കൊടുത്തു. 2021 ഞാൻ പബ്ലിക്കായിട്ട് തന്നെ കുറെ ഇന്റർവ്യൂകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേരളം മുഴുവൻ വന്യജീവി ആക്രമണം തുടങ്ങും, കടുവ പുലി ഒക്കെ മനുഷ്യരെ തിന്നുന്ന അവസ്ഥയിലേക്ക് കടന്നു വരും എന്നുള്ള ചില വാണിങ്ങൾ അത് കോടതിയിലും ചില കേസുകളിൽ ഞാൻ അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു കേസിനകത്ത് ഈ ജഡ്ജി ചോദിച്ചു, ഇതെന്താണ് ഈ കടുവയും പുലിയൊക്കെ പുറത്തേക്ക് ഇറങ്ങണ വിജി എന്ന് പറയുന്ന ജഡ്ജിയാണ് ചോദിച്ചത്, എന്താ ഏഞ്ചൽസ് നായർ ഇത് ഇങ്ങനെ പ്രശ്നമല്ലേ മലയോര മേഖലകളിൽ? അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, സാറേ ഈ കാട്ടുപന്നികളെ മുഴുവൻ വെടിവെച്ച് ഇടുന്നത് കൊണ്ടാണ് ഈ പുലിക്കും കടുവയ്ക്കും ഭക്ഷണം ഇല്ലാത്ത കാരണമാണ് ഭക്ഷണം തേടിയിട്ടാണ് പുലിയും കടുവയൊക്കെ പുറത്തേക്ക് വരുന്നത്. അപ്പൊ ഈ കാട്ടുപന്നികളെ അകത്ത് നിർത്താൻ പ്ലാന്റേഷനാണ് അവിടെ മുഴുവൻ നടന്നിരിക്കുന്നത്. മുഴുവൻ അതായത് ഈ ജീവികൾക്ക് കാട്ടിൽ നിൽക്കണം, ആ നിൽക്കാനായിട്ടാണ് നമ്മുടെ കൺസർവേഷൻ മെക്കാനിസം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അദ്ദേഹത്തിന് മനസ്സിലായി സംഭവം എന്താണ് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോ അത് ഫോറസ്റ്റ് വകുപ്പിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ഒഫീഷ്യലി ഒന്നും അറിയിച്ചിട്ടില്ല. എന്റെ കൂടെ ചർച്ചയ്ക്ക് പലപ്പോഴും അവരൊക്കെ ഇരിക്കാറുണ്ട്. അവർ മുൻ മന്ത്രി PK രാജു അടക്കം ഇരിക്കാറുണ്ട്. നമ്മള് അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് നമ്മളൊരു ഹർജിയായിട്ട് ഫയൽ ചെയ്തു. അത് അവിടെ കിടക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ഫോറസ്റ്റ് ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. ഇവര് കാട്ടുപന്നികളെ അനിയന്ത്രിതമായിട്ട് കൂട്ടക്കൊല ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു കണക്കിലാണ് നമ്മൾ അന്ന് പറഞ്ഞു മനുഷ്യയാണ് തിന്നാൻ പോകുന്നത്. ഈ നൂറ്റാണ്ടുകളായിട്ട് കേരളത്തിലെ ഈ തിരുവിതാംകൂർ മേഖലകളിൽ നിന്ന് പശ്ചിമഘട്ടത്തിലേക്കും മലബാറിലേക്കും ഹൈറേഞ്ച് മേഖലകളിലേക്കൊക്കെ ആയിരക്കണക്കിന് കർഷകരാണ് കുടിയേറിയത്. അവരെ ആരും പുലി തിന്നിട്ടില്ല, കടുവ തിന്നിട്ടില്ല, ആനകുത്തി ചത്തിട്ടില്ല. അതെങ്ങനെയാണ് ഇപ്പോൾ ഈ വളരെ ആധുനികമായ ഒരു കാലഘട്ടം വരുന്നു. കാടിന്റെ വിസ്തൃതി കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ല. അത് ഏകദേശം നശിപ്പിക്കപ്പെടുകയാണ് ചെയ്തിട്ടില്ല. ആ കാട് അങ്ങനെ തന്നെയുണ്ട്, വനമേഖല അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ 1972 ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ വന നിയമങ്ങളും വന്യജീവി നിയമങ്ങളും എല്ലാം കൊണ്ടുവരുന്നതും. ഈ അത്രയും നാള് സിംഹമായിരുന്നു നമ്മുടെ ദേശീയ മൃഗമായിരുന്നു എങ്കിൽ 72 ഈ സിംഹത്തെ മാറ്റി കടുവയെ ദേശീയ മൃഗമാക്കി മാറ്റുന്നത്. എന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിംഹത്തിനെ കൊണ്ട് നമുക്ക് ഇന്ത്യക്കാർക്ക് വലിയ ഗുണമൊന്നുമില്ല. പക്ഷെ കടുവ കാട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ കാട് നശിപ്പിക്കപ്പെടില്ല, അവിടെ അനധികൃതമായിട്ട് കയ്യേറ്റം നടക്കില്ല. അതേപോലെ തന്നെ അതിന്റെ മുഴുവനായിട്ട് ഇക്കോളജിക്കൽ ബാലൻസ്, അതായത് കടുവയ്ക്ക് ഭക്ഷണം എത്തിക്കുക, ആ കടുവ അകത്ത് നിന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഇക്കോളജിക്കൽ ബാലൻസിന് ബയോഡൈവേഴ്സിറ്റി പൂർണ്ണമായും നടപ്പാക്കിയാൽ മാത്രമാണ് അത് തെറ്റില്ലാതെ നടപ്പാക്കണം. കാരണം അതിന്റെ ഈ സാധാരണ രീതിയിൽ ഈ കാട്ടുപന്നികളൊക്കെ കുറെ പ്രസവിച്ചിട്ടും അപ്പൊ ഇതിനെ തിന്നിട്ടാണ് ഇതൊക്കെ സർവൈവ് ചെയ്യുന്നത്. ഇത് ബഫർ സോണിലാണ് കണ്ടിന്യൂ നടത്തുക, കോർ ഏരിയയിലാണ് കടുവ പുലിയൊക്കെ താമസിക്കുക. അല്ലാതെ അതൊന്നും ഈ ജനവാസ മേഖലയിൽ വന്ന് സ്ഥിരമായിട്ട് തമ്പടിക്കൊന്നുമില്ല. അപ്പൊ അത് കണ്ട് ഇത് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ ഈ പറയുന്ന ഒരു പ്രോസസ് അവിടെ നടക്കുന്നില്ല. ഇവിടെ നടക്കുന്ന കേസ് എന്ന് പറയുന്നത് ലോകത്തെ ഒരു സ്ഥലത്തും നടക്കാത്ത ഒരു കാര്യമാണ്. ഈ മുഖ്യമന്ത്രിയൊക്കെ വെറും തട്ടിപ്പ് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. അത് ആളുകളെ പ്രകോപിപ്പിക്കുക, ആ വന്യജീവികൾക്ക് എതിരെ തിരിക്കുക. അങ്ങനെ വന്യജീവികൾക്ക് എതിരെ തിരിച്ചു കഴിയുമ്പോഴാണ് ഈ ആനകളൊക്കെ ഇപ്പൊ 18 പേരെ കൊന്നേക്കുന്നത്. ഈ 5 മാസത്തിനിടയ്ക്ക് കഴിഞ്ഞ വർഷം ആകെ കൊന്നേക്കുന്നത് 20 പേരാ. ഇതിനകത്ത് ആനകൾ പക വീട്ടുക. ഈ പക്ഷെ പുലിയുടെ കാര്യം അതല്ല, ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അത് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ നിങ്ങൾ ആ വീഡിയോയിൽ കാണുന്നുണ്ടല്ലോ, ഒരു പട്ടിയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. ഒരു ജനവാസ മേഖലയിൽ, അതായത് ഒരു വനത്തിന്റെ കോർ ഏരിയയിൽ മാത്രം താമസിക്കുന്ന ഒരു ജീവി കോർ ഏരിയയും വിട്ട് ബഫർ സോണും വിട്ട് കാടിന് പുറത്തിറങ്ങി ഒരു വീട്ടിൽ വന്ന് ഒരു പട്ടിയെ തിന്നിട്ടാ പോയിരിക്കുന്നത്. 3 പേരെ ഭക്ഷണമാക്കി മനുഷ്യരെ, അതും കാടിന് പുറത്തേക്ക് വന്നത്. അപ്പൊ ഈ കൂട് വച്ചു കഴിഞ്ഞാൽ തീരുന്നതാണോ ഇതിന്റെയൊക്കെ ഭക്ഷണത്തിന്റെ പ്രശ്നം? ഇത് ഈ ജനങ്ങള് അതിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക.
എന്താ ഇവര് ഈ കാട് പുനഃസ്ഥാപിക്കാനായിട്ട് ഏതെങ്കിലും ഒരു കർഷക സംഘടനയോ ഈ പറയുന്ന പ്രതിഷേധക്കാരോ ആ കാട്ടിൽ ഭക്ഷണം അതിനുള്ള ഭക്ഷണം കാട്ടിലെത്തിക്കേ എന്ന് പറയാനുള്ള ആർജവം എന്തുകൊണ്ടുണ്ടായിട്ടില്ല ഇവർക്ക്? പുലിയെ വെടിവെച്ച് കൊല്ലണം, കടുവയെ വെടിവെച്ച് കൊല്ലണം, ആനയെ വെടിവെച്ച് കൊല്ലണം, വേറെ ഒന്നിനും വേണ്ട. എനിക്ക് കടന്നിലൊന്ന് കുത്തിക്കഴിഞ്ഞാൽ ആരെങ്കിലും തട്ടി അതിനൊന്നും വെടിവെച്ചൊന്നും വേണ്ട, ആർക്കും ഒരു പ്രതിഷേധമില്ല. 7-8 മലയാളികൾ മരിച്ചിരിക്കുന്നത് ഈ വർഷം തേനീച്ച കടന്നിലും കുത്തിക്കൊണ്ട്. അതും അതിന്റെ പ്രകോപനപരമായിട്ടുള്ള ആ സമീപത്തേക്ക് ചെന്നതിന് ശേഷമാണ് എന്തോ ഈ പുലിയും കടുവയും അതായത് പ്രഡേറ്ററും ഒന്നിച്ച് കാടിറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. 2018 കണക്ക് പ്രകാരം കേരളത്തിൽ 650 പുലികളാണ് ആയിരുന്നെങ്കിൽ 2022 570 കുറഞ്ഞു. അതായത് പുലികളുടെ എണ്ണം കുറയുക ചെയ്ത്, പക്ഷെ അക്രമം കൂടുകയും ചെയ്തു. അതേസമയം കടുവകളുടെ എണ്ണം 2018 190 നിന്ന് 213 ഉയരുകയും ചെയ്തു. പക്ഷെ ഈ വയനാട് മേഖലയിൽ 120 നിന്ന് 84 കുറയുകയും ചെയ്തു. അപ്പൊ എവിടെയാണ് ഈ അക്രമം കൂടാനുള്ള സാധ്യത വന്നത്, എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇവർക്ക് ഈ വനം വകുപ്പിന് റിസർച്ച് സെന്ററും വലിയ പഠന കേന്ദ്രങ്ങളും സ്റ്റഡി സെന്ററുകളും കാര്യങ്ങളും റിസർച്ചേഴ്സ് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം പറ്റുന്നവരൊക്കെ ഉണ്ടല്ലോ. ഇത് എന്തുകൊണ്ട് ഈ പുലി വരുമ്പോ കൂട് വെക്കാനാണോ ഈ റിസർച്ച് പഠിപ്പിക്കുന്നത്? ഇവര് കുറെ ശാസ്ത്രജ്ഞന്മാർ ഇരിക്കുന്നത് കൂട് വെക്കണം എന്ന് പറയാനാണോ? അത് ആർക്ക് പറയാൻ പറ്റില്ല. വെടിവെക്കണം എന്ന് പറയാനായിട്ട് എന്തെങ്കിലും നോളജ് വേണോ? ഒരാൾക്ക് ശാസ്ത്രബോധം വേണോ? എന്തിനാ കൺസർവേഷനെ കുറിച്ച് എന്തെങ്കിലും ബോധം വേണോ? ഒരു ജീവി കാടറിഞ്ഞു അതിനെ വെടിവെച്ച് കൊല്ലാൻ പറയാൻ നിങ്ങൾ 1ാം ക്ലാസ്സിലും പോകണ്ട, UKG പോലും പോകണ്ട, നിങ്ങൾ ഒന്നിനെ കുറിച്ചും അറിയണ്ട. അത് ആർക്ക് വേണമെങ്കിൽ ഏത് പൊട്ടനും ഒരു മന്ദബുദ്ധിയായ ഒരു മനുഷ്യന് പോലും പറയാൻ പറ്റും. ഇതാണ് ഇവരേതാണ്ട് വലിയ റിസർച്ച് നടത്തി കഴിഞ്ഞിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഈ മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നു കാട്ടിൽ ആ ജീവികളുടെ എണ്ണം കൂടി. എവിടെ കൂടി? കുറഞ്ഞല്ലേ ചെയ്തിരിക്കുന്നത്. 4332 ആനകളെയാണ് കാട്ടിൽ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കാണാതെ പോയിരിക്കുന്നത്. ഇങ്ങനെ കള്ളക്കണക്കുകളും കഥകളും പറഞ്ഞു കഴിഞ്ഞത്. അതായത് ഈ കർഷകർക്കെതിരെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് ഏകദേശം ഞാൻ 2021 ഇത് പറയുമ്പോൾ, അതായത് കാട്ടുപന്നികളെ വെടിവെക്കാനായിട്ട് നമ്മുടെ മന്ത്രി ശശീന്ദ്രൻ കേന്ദ്രത്തിൽ പോയി വനം മന്ത്രിയെ കാണാൻ പോയ ദിവസത്തിലാണ് നമ്മൾ പറയുന്നത് കാട്ടുപന്നിയെ കൊന്നു കഴിഞ്ഞാൽ പുലിയും കടുവയുമായിട്ട് ആണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അന്ന് ഈ പറയുന്ന 2021 ഞാൻ ഇത് പറയുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അന്ന് പാണിയലിയിലാണ് ഒരു പുലി എന്ന് പറയുന്ന ഒരു ജീവി കണ്ടെത്തിയത്. ജനവാസ മേഖലയിൽ അത് പാണയിൽ കാടില്ല, കാടിനകത്ത് പുലിയെ കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇന്ന് നിരന്തരം ഒരു ദിവസം 4-5 സ്ഥലത്താണ് പുലികൾ എത്തുന്നത്. എന്തുകൊണ്ടാണ്? അതും ഈ കാട്ടുപന്നികളെ 1-2 ഏകദേശം 1000-കണക്കിന് 10,000-ന് മുകളിൽ ആ കാട്ടുപന്നികളെയാണ് കൊന്നൊടുക്കിയത്. പക്ഷെ അതിനകത്ത് ഒരു ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനുള്ള ബോധം പോലുമില്ല. ഇവർ ഈ കാട്ടുപന്നികളെ വെടിവെച്ചിട്ടിട്ട് അത് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി കുടിച്ചു കഴിക്കുന്നു. അത് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാട്ടിനകത്ത് ഒരു കൂടുതൽ റിസോഴ്സാണ്. അത് 100-കണക്കിന് 1000-കണക്കിന് ജീവികൾക്ക് ഭക്ഷണമാകേണ്ട ഒരു ജഡമാണത്. ഇപ്പൊ ആനയാണെങ്കിൽ എന്താണെങ്കിൽ നിങ്ങൾ അതിനെ സംസ്കരിക്കാൻ പാടില്ല. അത് കഴുകനും പുലിക്കും ഒക്കെ ഭക്ഷണമാകേണ്ട ഒരു ജീവി. ആ ജീവിയെ കാടിനകത്തേക്ക് തന്നെ ഏറ്റവും കുറഞ്ഞത്. ഞാൻ ഇതിനെ വെടിവെക്കുന്നതിന് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാലും ഈ കൺസർവേഷൻ മെക്കാനിസത്തിൽ ഏതെങ്കിലും ഒരു ജീവി മരണപ്പെട്ട് അത് കുടിച്ചിടാൻ പാടില്ല. അത് കഴുകന്മാര് പരിധികൾക്കൊക്കെ ഇഷ്ടം പോലെ ഇങ്ങനെ ഭക്ഷണമാകേണ്ട ഒരു ജീവിയാണ്. 100-കണക്കിന് 1000-കണക്കിന് ജീവികളായിരിക്കും അതുമായിട്ട് ആ ചെയിനിൽ നിൽക്കുന്നത്, അതിന്റെ ഫുഡ് ചെയിനിൽ നിൽക്കുന്നത്. അപ്പൊ അതുപോലെ അതിനുള്ള ഒരു പ്രാഥമിക നോളജ്, ഒരു അറിവ് പോലും ഇല്ലാത്ത വനം വകുപ്പും അതിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ അണികളുമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ പറയുന്ന ഈ സമരക്കാരും ഈ പ്രക്ഷോഭകരൊക്കെ എല്ലായിടത്തും ഇറങ്ങുന്നത്? കടുവ ഇറങ്ങുമ്പോഴും ആന ഇറങ്ങുമ്പോഴും മാത്രമേ ഉള്ളൂ പ്രക്ഷോഭണം. ഈ കാട്ടുപോത്ത് കുത്തുമ്പോ പ്രക്ഷോഭനം ഇല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കടുവ കാട്ടിൽ നിന്ന് ഇല്ലാതാകണം. അതാണ് ഇവരുടെ ലക്ഷ്യം. കടുവയും പുലിയും ഇല്ലാതായി കഴിഞ്ഞാൽ കയ്യറ്റം തകൃതിയായിട്ട് നടക്കും. അത് തന്നെയാണ് ഇതിനകത്തുള്ള കടുവയുടെയും പുലിയുടെയും പ്രക്ഷോഭണത്തിന് കാരണം. കാട്ടുപോത്ത് കുത്തി, കടന്നൽ കുത്തി, കാട്ടുപന്നി കുത്തി ഒക്കെ മരണം നടക്കുന്നുണ്ട്. ഇതിനകത്തൊന്നും പ്രക്ഷോഭണമില്ല.
ഈ കടുവ എന്ന് പറയുന്ന ജീവി അതിനെ കൊല്ലണം എന്നാ പറയുള്ളൂ. കാരണം അതിന്റെ പോപ്പുലേഷൻ ഇല്ലാതാക്കിയാലാണ് കാട് കയ്യേറ്റം തകൃതി. അതൊരു മാഫിയ വർക്കം നടത്തുന്നത് കേരളത്തിൽ. ഈ മാഫിയ വർക്ക് നടന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ റീബിൽഡ് കേരള എന്ന് പറയുന്ന 2022 തുടങ്ങിയ കേരള ഗവൺമെന്റിന്റെ ഈ കർഷക ദ്രോഹം, അതായത് കർഷകരെ, വനമേഖലയുടെ അടുത്ത് താമസിക്കുന്ന കർഷകരെ പാലായനം ചെയ്യിപ്പിക്കുക, വന്നിടത്തേക്ക് തിരിച്ചു വിടുക എന്നുള്ള ഒരു പദ്ധതിയാണ് ഈ റീബിൽഡ് കേരള എന്ന് പറയുന്ന പദ്ധതി. 5 ഏക്കർ സ്ഥലം വരെ ഉള്ളവർക്ക് 15 ലക്ഷം രൂപ കൊടുത്ത് ഏകദേശം 5000-ൽ കൂടുതൽ ആളുകൾ ഈ പണം വാങ്ങി തിരിച്ചുപോയി. സ്വന്തം സ്ഥലം വനത്തിന് വിട്ടുകൊടുത്തിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. അതായത് പുലിയുടെയും കടുവയുടെയും ഭീഷണിയും കൂടെ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇപ്പോ ഏകദേശം 50,000 ഈ പദ്ധതി പ്രകാരമല്ലാതെ ഏകദേശം 50,000-ഓളം കുടുംബങ്ങൾ ഈ വനമേഖലയിൽ നിന്നും പാലായനം ചെയ്തു കഴിഞ്ഞു. പിന്നെ അല്ലെങ്കിൽ പാലായനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് അവിടെ നിലനിൽപ്പില്ല, കടുത്ത ഭീഷണിയിലാണ്. എന്നാലും അവർ മുഴുവൻ ചത്തൊടുങ്ങി കഴിഞ്ഞാലും അവരുടെ വായിൽ നിന്ന് ഒരിക്കലും വരാത്ത ഒരു ശബ്ദമുണ്ട്: കാട്, വനം പൂർവ്വസ്ഥിതിയിലാക്കൂ. അവിടെ വന്യജീവികൾ വനത്തിനകത്ത് നിൽക്കട്ടെ, അവർക്ക് വേണ്ട ഭക്ഷണവും കാട്ടുപന്നിയും കുരങ്ങനും മൊയിലും എല്ലാം അതിനകത്ത് നിൽക്കട്ടെ. അപ്പോൾ പുലിയും കടുവയും അതിനകത്ത് നിൽക്കും. പ്ലാന്റേഷനുകൾ മാറ്റി അത് വനമാക്കി മാറ്റൂ എന്ന ഒരു വാക്ക് ഇവർ എത്ര എണ്ണം തത്തൊടുങ്ങി അവരെ തിന്നു തീർത്താലും പറയില്ല. ശരി മാഡം. ശരി, വളരെ നന്ദിയുണ്ട് ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. ഈ ഒരു കൂട് മാത്രം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പരിഹാരമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പരിഹാരമാകുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ വീണ്ടും കടുവയെ കണ്ടെത്തിയിരിക്കുകയാണ്. ഇന്നലെ കടുവയെ കണ്ട കേരള എസ്റ്റേറ്റിലെ സൈലന്റ് വാലിയോട് ചേർന്ന മേഖലയിലാണ് കടുവയെ കണ്ടിരിക്കുന്നത്. പല പ്രദേശങ്ങളിലും കടുവയുടെയും അതേപോലെ തന്നെ പുലിയുടെ സാന്നിധ്യവുമുണ്ട്.